ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ അതിഗംഭീരമായ ഒരു ട്രെയിലറുമായി വീണ്ടും നമ്മുടെ ബേസിൽ ജോസഫ് വന്നിരിക്കുകയാണ്. പൊന്മാന്റെ അതിഗംഭീരമായ ഒരു വിജയത്തിന് ശേഷമാണ് ബേസിൽ ജോസഫ് ഇനി നമ്മളെയൊക്കെ അതിശയിപ്പിക്കാനായിട്ട് വേറൊരു സിനിമ വന്നിരിക്കുന്നത്. മരണമാസിന്റെ ട്രെയിലർ കണ്ടു ഗൈസ്. എന്താ ട്രെയിലർ! ശരിക്കും പറഞ്ഞാൽ ബേസിൽ ജോസഫ് ഓരോ സിനിമ കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു അഭിനിവേശം ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ തുടക്കം ഒരു സിനിമ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ പാൽത്തു ജാൻവർ ആ ഒരു സിനിമ നോക്കണം. ആ ഒരു സിനിമയിൽ ഉണ്ടായ അഭിനയമാണോ അതിനുശേഷം സിനിമയിൽ ഉണ്ടായത്? അങ്ങനെ പിന്നെ ഈ നമ്മുടെ പ്രാവൻകുടി ഷാപ്പ്, പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള പൊന്മാൻ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമ്മുടെ മരണമാസ്. സത്യം പറഞ്ഞാൽ ഈ സിനിമകൾ തന്നെ ഈ ബേസിൽ ജോസഫ് ഓരോന്ന് കഴിയുമ്പോഴും ഓരോ തരത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ആ ഒരു അതിർവരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട് പോകണം. കാരണം ജയ ജയ് ജയ ഹേ ആ ഒരു സിനിമയിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് അപ്പോഴൊക്കെ തോന്നി ബേസിൽ ഒരേ രീതിയിലാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോകുന്നത് കണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ഒരേ രീതിയിലാണ് അദ്ദേഹത്തിന്റെ അഭിനയം, വലിയ മാറ്റമൊന്നുമില്ല, ആ കഥയുടെ ഒഴുക്കനുസരിച്ച് അദ്ദേഹം പോകും എന്നായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്കാണ് ഈ 3 സിനിമ നമുക്ക് എടുക്കാം, വലിയ 2 സിനിമ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ പ്രാവൻകുടി ഷാപ്പ്, പൊന്മാൻ, ഇതിന്റെയൊക്കെ സിനിമയിൽ അദ്ദേഹം കാട്ടിയ ആ ഒരു അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൊരു അഭിനയം ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മളിൽ ഒരാളായിട്ട് തന്നെ മാറി. ശരിക്കും അദ്ദേഹത്തിന്റെ ആ അഭിനയത്തിന്റെ ഏറ്റവും ഉയർത്തി നിന്നിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നു. അതിന്റെ ഓരോ ക്യാരക്ടറും അദ്ദേഹത്തിന് വളരെ സ്യൂട്ടായി മാറുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. കാരണം ശരിക്കും ഈ പി അജേഷ് എന്ന് പറയുന്ന നമ്മുടെ പൊന്മാനിലെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഒരാളാണ് എന്ന് നമുക്ക് തോന്നിപ്പോയി. അത്രമാത്രം ഒരു പെർഫോമൻസ് ഓറിയന്റഡ് മൂവി ആയിരുന്നു. അതിനെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു പെർഫോമൻസും അതിലെ ആ ഒരു മോട്ടിവേഷൻ സ്പീച്ചൊക്കെ അദ്ദേഹം ഇദ്ദേഹത്തിന് കൂടെയുള്ള സഹനടൻ ഈ തൂങ്ങിച്ചാവാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്നുണ്ട്. അതിലൊരു അഭിനയത്തിന്റെ തന്നെ ഒരു രക്ഷയില്ലാത്ത തന്നെ. അതിനുശേഷം എന്റെ പൊന്നാണ്, എന്റെ പൊന്നിന് എന്റെ പൊന്ന് നിങ്ങളുടെ അനിയത്തിയും ഏട്ടനും കൂടി എന്റെ ചോട്ടിലാണ് മണ്ണ് വാരിയിട്ട് ആ മണ്ണ് തിന്നിട്ടാണെങ്കിൽ പോലും എന്റെ പൊന്ന് ഞാൻ തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിൽ ജോസഫ് എന്ന വ്യക്തി ആ സിനിമയിൽ ഇല്ല. കാരണം ആ സിനിമയിൽ പി അജേഷ് എന്ന ആ ഒരു വ്യക്തിയാണ് നമുക്ക് ശരിക്കും തോന്നിക്കും. പൊന്മാനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ കണ്ടത് ആ സിനിമയിലെ പെർഫോമൻസാണ്. അതുപോലെ തന്നെ മരണമാസിൽ ഈ ട്രെയിലർ നോക്കുകയാണെങ്കിൽ തന്നെ മരണമാസിൽ ആ ട്രെയിലറിൽ ഓരോ കട്ടിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴൊക്കെ വരുന്നുണ്ടോ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് പറയുന്നത് അതിഗംഭീരമാണ്, ഒരു രക്ഷ. പിന്നെ ഇതിൽ തന്നെ വേറെ സഹനടന്മാരുള്ളവർ നമ്മുടെ കൺവിൻസി സ്റ്റാർ സുരേഷ് കൃഷ്ണയുണ്ട്, പിന്നെ നമ്മുടെ ആക്ഷൻ ഹീറോ ആയ ആക്ഷൻ മാസ്റ്റർ ആയിട്ടുള്ള ബാബു ആന്റണിയുണ്ട്, പിന്നെ രാജേഷ് മാധവൻ, അങ്ങനെ ഒട്ടുമിക്ക മികച്ച നല്ല നടന്മാരും ഇതിലുണ്ട്. അപ്പൊ എന്നാലും ഇതൊരു കോമഡിയാണോ ഇനി വേറെ വല്ല ജോണറിൽ പെടാനൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമയുടെ ഇപ്പോൾ തുടക്കം വെച്ച് നോക്കുമ്പോൾ ഒരു കോമഡി വിത്ത് ഒരു സീരിയൽ കില്ലർ ഒരു ബേസിലേക്ക് പോകണം. പക്ഷെ അത് പക്ക എന്തായാലും ആ ഒരു സീരിയൽ കില്ലിങ് ചെയ്യുന്ന ആ ഒരു രീതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോമഡിയൊക്കെ ആയിരിക്കും. എല്ലാം ബേസിൽ ജോസഫ് ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന്റെ ഇപ്പൊ കമ്മിറ്റ്മെന്റും അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. ഒരിക്കലും നമുക്ക് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ള ഓരോ സിനിമയിലെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് അത് വലിയൊരു നമുക്ക് ഓരോ സ്ക്രിപ്റ്റിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ സ്ക്രിപ്റ്റും അദ്ദേഹം സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് വലിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ഒരു ആസ് എ ഡയറക്ടർ, ഒരു മികച്ച സക്സസ്ഫുൾ ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹം മികച്ചൊരു അഭിനേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ തന്നെ പറയുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തിന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെയൊക്കെ തന്നെ ഇങ്ങനെ സ്ക്രിപ്റ്റും ഇങ്ങനെ അഭിനയും ഈ ഡയറക്ഷനും എല്ലാം പക്കയായിട്ട് വന്ന ഒരു നടൻ എന്ന് പറയുന്നത് നമ്മുടെ ശ്രീനിവാസനാണ്. എനിക്ക് പറയാനുള്ളത് ശ്രീനിവാസന്റെ ഒരു പ്രതിരൂപമാണ് നമ്മുടെ ഈ ബേസിൽ ജോസഫ് എന്ന് പറയും. കാരണം അത്രമാത്രം കഴിവിട്ടൊരു ആളാണ് ഈ ബേസിൽ ജോസഫ്. അതുകൊണ്ട് തന്നെ മരണമാസ് ഒരു തിയേറ്ററിലൊക്കെ തീ മാസമായി മാറുന്നുള്ളത് ഒരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഈ ട്രെയിലറിൽ നിന്നും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, ബൈ, സീ യു.